യുദ്ധം മണക്കുന്ന വർഷമായിരുന്നു 2024 ലോകത്തിന്. പ്രകൃതി ദുരന്തങ്ങളും ഒപ്പം ടെക്നോളജിയുടെ പുതിയ യുഗവും തുടങ്ങി. ലോകരാഷ്ട്രീയം കണ്ടത് ഞെട്ടിപ്പിക്കുന്ന തിരിച്ചുവരവുകളും. 2024 ലോകം ഉറ്റുനോക്കിയത്, ലോകത്തെ ആശങ്കപ്പെടുത്തിയത്, ലോകത്തിന് പ്രതീക്ഷ നൽകിയത് എന്തെല്ലാമാണ്? ആ ലോക സംഭവങ്ങൾ 5 മുതൽ 1 വരെ. സ്വാഗതം. ഡാറ്റയുടെയും അൽഗോരിതങ്ങളുടെയും യുഗത്തിലാണ് നമ്മൾ. 18ാം നൂറ്റാണ്ടിൽ കൽക്കരി എഞ്ചിനുകളൊക്കെ ലോകത്തെ എങ്ങനെ മാറ്റിമറിച്ചുവോ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ നമ്മുടെ ജോലിയുടെ സ്വഭാവം പോലും പുനർനിർവചിക്കുന്നു, സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI-യുടെ ലാൻഡ്മാർക്ക് ഇയറാണ് 2024. AI വിപ്ലവം സയൻസ് ഫിക്ഷനെ സയൻസ് വസ്തുതയാക്കി മാറ്റിയ വർഷം. കോണ്ടന്റ് ക്രിയേഷൻ അതോടെ മുൻപത്തേക്കാൾ ഒരുപാട് എളുപ്പമായി. AI-യുടെ പവർ ടൂളുകൾ മനുഷ്യരാശിക്ക് പിക്ചർ പെർഫെക്റ്റായ ലേഖനങ്ങൾ എഴുതുന്നതിനും സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുന്നതിനും കവിതകൾ തയ്യാറാക്കുന്നതിനും സംഗീതം രചിക്കുന്നതിനുമൊക്കെ മനുഷ്യരാശിയെ സഹായിക്കുന്നു. അങ്ങനെ വിനോദ വ്യവസായത്തിന്റെ രൂപവും ഭാവിയും 2024 മാറ്റിമറിച്ചു AI. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധിക്കുന്ന അടിസ്ഥാന കണ്ടെത്തലിനാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള ഈ വർഷത്തെ നൊബേൽ സമ്മാനം ലഭിച്ചത്. അതായത് AI-യുടെ പ്രാധാന്യം നൊബേൽ സമ്മാന സമിതി വരെ തിരിച്ചറിഞ്ഞ വർഷമാണ് 2024. ഇനി ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുകയാണ് AI-യുടെ വളർച്ചയിലേക്ക്. AI വികസിപ്പിക്കുന്നതിൽ അമേരിക്ക തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ റോ മെറ്റീരിയലുകൾ നിർമ്മിക്കുന്നതിൽ ചൈനയാണ് തൊട്ടുപിറകെ. അതായത് AI മുന്നോട്ട് വയ്ക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ മത്സരം തന്നെയെന്നത് വ്യക്തം. പക്ഷേ അതേ AI എന്ന വാക്കിൽ നിന്ന് ഡീപ്പ് ഫേക്കുകളിലേക്ക് എത്തുമ്പോൾ ഉയർത്തുന്നത് ഇതോടൊപ്പം വലിയ വെല്ലുവിളികളുമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള മോശം ചിത്രീകരണത്തിൽ തുടങ്ങി മൺമറഞ്ഞുപോയ സ്വേച്ഛാധിപതികളെ പുനർജനിപ്പിച്ച് വോട്ടിങ്ങിനെ വരെ സ്വാധീനിക്കുന്ന സംഭവങ്ങളിലേക്ക് ഈ വർഷം AI കടന്നു. ജനാധിപത്യ പ്രക്രിയയെ പോലും തകിടം മറിക്കാൻ ഒരു ഡീപ്പ് ഫേക്ക് ബോംബ് സ്ഫോടന വീഡിയോ മാത്രം മതിയാകും. അതുകൊണ്ട് ലോകത്ത് AI-യുടെ കടിഞ്ഞാൺ ആർക്ക് കിട്ടുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ വിഷയമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു 2024. AI മോഡലുകൾക്ക് വേണ്ട വലിയ എനർജി, അതിൻ്റെ ചെലവൊക്കെ ഇതിനൊപ്പമുണ്ട്. അതായത് AI വിപ്ലവം സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക വലുതാക്കുകയും ചെയ്യുന്നു. പാവപ്പെട്ടവർക്കും എത്രത്തോളം AI-യെ ഉപയോഗിക്കാനാകും, AI-യെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ലോക ചർച്ചയുടെ തുടർച്ചയായിരിക്കും ഇനി വരുന്ന 2025. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വിനാശകാരമായ യുദ്ധത്തിനാണ് ഇപ്പോൾ യൂറോപ്പ് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. 1000 ദിവസങ്ങളേറെ പിന്നിട്ടിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനമില്ലാതെ തുടരുന്നു. 2 ഭാഗത്തും വലിയ മനുഷ്യനാശമുണ്ടായി. യുദ്ധമുണ്ടാക്കിയ സാമ്പത്തിക വെല്ലുവിളികൾ 2 രാജ്യങ്ങളെയും തള്ളിയിട്ടത് ചെറിയ പ്രതിസന്ധികളിലേക്കല്ല. അപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു മധ്യസ്ഥ ശ്രമവുമല്ല, മറിച്ച് ഈ യുദ്ധം തുടരാൻ ഇരു രാജ്യങ്ങളെയും കൈയയച്ച് സഹായിക്കുകയാണ് മറ്റ് ലോകരാജ്യങ്ങൾ. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് 2022 ഫെബ്രുവരി 24 യുക്രൈന് നേരെ റഷ്യൻ ആക്രമണം ഉണ്ടാകാൻ കാരണം. അപ്പോഴും ഈ യുദ്ധത്തിൽ അനുഭവിച്ചത് മുഴുവൻ സാധാരണക്കാർ. UN പറയുന്ന കണക്കുകൾ നോക്കിയാൽ 14,000-ലേറെ പേർ
ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. 600-ലേറെ കുട്ടികളാണ് അതിൽ. മരിച്ചതിലേറെയും സൈനികരാണ്. ഒരു ദിവസം 1000 സൈനികർ വരെ മരിച്ച ദിവസങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരെ വന്നതാണ്. യുക്രൈൻ എന്ന രാജ്യത്തെ തൂത്തു തുടച്ചു കളഞ്ഞിരിക്കുകയാണ് ആ യുദ്ധം. 60 ലക്ഷത്തോളം പേർ വിദേശത്തേക്ക് പലായനം ചെയ്തു. 40 ലക്ഷത്തോളം പേർ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടു. രാജ്യത്തെ ജനസംഖ്യ യുദ്ധത്തിന് മുൻപുള്ളതിന്റെ 1/4 മാത്രമായ 10 ദശലക്ഷമായി ചുരുങ്ങി. രാജ്യത്തിന്റെ 1/5 ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. അതേസമയം ഈ പോയ വർഷം റഷ്യയുടെ കുസ്ക് മേഖലയിൽ അതിർത്തി കടന്ന് ആക്രമണം നടത്താൻ യുക്രൈന് കഴിയുകയും ചെയ്തു. പക്ഷേ ഇതോടൊപ്പം യുക്രൈൻ സമ്പദ്ഘടന വലിയ നാശത്തിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം $152 ബില്യൺ. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ വരെ റഷ്യ ആക്രമണം നടത്തുന്നതിനാൽ സാധാരണക്കാർക്ക് പലയിടത്തും വൈദ്യുതി പോലുമില്ല എന്ന അവസ്ഥയാണ്. അന്താരാഷ്ട്ര ഉപരോധം റഷ്യയുടെ സാമ്പത്തിക അവസ്ഥയെയും താറുമാറാക്കി. പക്ഷേ സൈന്യത്തിനുള്ള ഫണ്ട് നൽകുന്നത് റഷ്യ നിർബാധം തുടരുകയും ചെയ്യുന്നു. ശാശ്വത പരിഹാരം കാണാതെ അമേരിക്കയും ഉത്തര കൊറിയയും അടക്കം ആയുധങ്ങൾ നൽകി ശത്രുത മൂർച്ഛിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇനിയും അനന്തകാലത്തേക്കും നീളുമെന്നതിൽ തർക്കമില്ല. ലോകത്തിലെ ഏറ്റവും ചെറിയതും ദരിദ്രവുമായ ദ്വീപ സമൂഹം മയോട്ട് തൊട്ട് എണ്ണസമ്പന്നമായ സൗദി അറേബ്യ വരെ, സമ്പന്നമായ യൂറോപ്യൻ നഗരങ്ങൾ തൊട്ട് ആഫ്രിക്കയിലെ തിങ്ങി നിറഞ്ഞ ചേരികൾ വരെ, 2024 സൂപ്പർ ചാർജ്ഡ് കാലാവസ്ഥാ ദുരന്തങ്ങളുടെ ആഘാതത്തിൽ നിന്ന് ആരും രക്ഷപ്പെടാത്ത വർഷമാണ് ഇത്. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു 2024. അന്തരീക്ഷത്തിലും സമുദ്രങ്ങളിലും റെക്കോർഡ് ബ്രേക്കിംഗ് താപനില കാലാവസ്ഥയെ പ്രവചിക്കാൻ പോലും കഴിയാത്തതാക്കി മാറ്റി. ഒന്നിന് പിറകെ ഒന്നൊന്നായി പ്രകൃതി ദുരന്തങ്ങളെ ലോകത്തിന് മുന്നിലെത്തിച്ചു. വേൾഡ് വെതർ ആട്രിബ്യൂഷൻ വ്യക്തമാക്കുന്നത് തന്നെ ഈ വർഷമുണ്ടായ എല്ലാ പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ഉണ്ടായതാണെന്നാണ്. 2024 ആദ്യ 10 മാസങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 24 കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതായാണ് US നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ആ രാജ്യത്തിന് വരുത്തിയത് $1 ബില്യൺ നാശനഷ്ടം. ലോകത്തിലെ ഏറ്റവും വലിയ നദീതടമായ ആമസോണിന്റെ പല ഭാഗങ്ങളും വറ്റിവരളാൻ ഇടയാക്കി. ആ റെക്കോർഡ് വരൾച്ച വടക്കേ അമേരിക്കയെ വലിയ തോതിൽ തകർത്തു. ശുദ്ധജല കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് സമുദ്രജലം കടന്നു കയറുന്നത് പോലും സ്ഥിരമായി. ഇനി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ മനുഷ്യർക്ക് പറയാൻ കഴിയില്ല. ഫോസിൽ ഇന്ധനങ്ങളോടുള്ള മനുഷ്യകുലത്തിന്റെ ആസക്തി കാലാവസ്ഥയെ ശാശ്വതമായി മാറ്റുമെന്ന് ശാസ്ത്രജ്ഞർ പതിറ്റാണ്ടുകളായി മുന്നറിയിപ്പ് നൽകുന്ന കാര്യമാണ്. ഈ പോയ വർഷം ലോകം കണ്ടത് ഇതുവരെ ഇല്ലാത്ത വെള്ളപ്പൊക്കം കൂടിയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഒറ്റ ദിവസം കൊണ്ട് 2 വർഷത്തെ മഴ പെയ്തു. മരുഭൂമിയിലെ പല ഭാഗങ്ങളും കടലായി മാറി. ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തിന് വീണ്ടും ദുരന്തം സമ്മാനിച്ചപ്പോൾ കെനിയ ഒരു തലമുറയിലെ വരൾച്ചയിൽ നിന്ന് കഷ്ടിച്ചാണ് പുറത്തു നിന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലും മധ്യ ആഫ്രിക്കയിലുമായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചത് 1500-ലധികം ആളുകൾ. യൂറോപ്പിൽ സ്പെയിനും അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ബ്രസീൽ, ചൈന, നേപ്പാൾ, ഉഗാണ്ട, ഇന്ത്യ, സൊമാലിയ, പാകിസ്ഥാൻ, ബുറുണ്ടി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എല്ലാത്തിലും ദുരന്തം വിതച്ചു വെള്ളപ്പൊക്കം.
കടുത്ത വരൾച്ച, ചുഴലിക്കാറ്റ്, തീരുന്നില്ല 2024 പ്രകൃതി ദുരന്തങ്ങൾ. ഇതിന്റെ കാരണക്കാർ മനുഷ്യൻ തന്നെയാണ്. തിരുത്തിയില്ലെങ്കിൽ 2024 മറികടക്കുന്ന ദുരന്തങ്ങൾ 2025 കാത്തിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ. മിഡിൽ ഈസ്റ്റിൽ ഉടനീളം യുദ്ധകാലഘട്ടമായിരുന്നു 2024 എന്ന വർഷം രേഖപ്പെടുത്തിയത്. ഗാസയിലെ നിരന്തരമായ ബോംബാക്രമണത്തിനൊപ്പം ഹമാസിന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിടാൻ ഇസ്രയേൽ ലെബനനിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. അതിന്റെ തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് 100 കണക്കിന് റോക്കറ്റുകൾ തൊടുത്തു. തുർക്കി പിന്തുണയുള്ള വിമതരുടെ കയ്യിൽ ബഷർ അൽ അസാദിന്റെ ഭരണത്തിന്റെ ഗംഭീരമായ പതനത്തിന് സിറിയ സാക്ഷ്യം വഹിച്ചപ്പോൾ 2 പതിറ്റാണ്ടിനിടെ ആദ്യമായി ഇറാനുമായി ഇസ്രയേൽ വെടിവെപ്പും നടത്തി. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ ആരംഭിച്ച വ്യോമ കര ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ പോരാട്ടം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ 1,00,000-ഓളം ആളുകൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുടർച്ചയായ ബോംബാക്രമണവും ഉപരോധവും ഗാസയിലെ 2.1 ദശലക്ഷം നിവാസികളുടെ ജീവിതത്തെ ജീവനുള്ള നരകമാക്കി മാറ്റിയിരിക്കുന്നു. അവർ കുളിക്കാനും എങ്ങോട്ടും പോകാനുമില്ല എന്ന അവസ്ഥയാണ്. 2024 മെയ് മാസത്തിലാണ് തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രയേൽ പ്രധാന ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ഈജിപ്തിന്റെ അതിർത്തിയിൽ 14 കിലോമീറ്റർ ബഫർ സോണായ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തു. അതോടെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെടുകയും സ്കൂളുകളും ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവിടങ്ങളിലെല്ലാം അഭയം തേടാൻ നിർബന്ധിതരാവുകയും ചെയ്തു. US, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാസയിലെ സംഘർഷത്തിനും കഷ്ടപ്പാടുകൾക്കും എപ്പോഴെങ്കിലും അന്ത്യം കുറിക്കുമെന്നുള്ള പ്രതീക്ഷ 2024 അവസാനിക്കുമ്പോൾ ബാക്കി നിൽക്കും. ഹിസ്ബുള്ളക്കെതിരെ സെപ്റ്റംബർ അവസാനം ഇസ്രയേൽ ഒരു വലിയ വ്യോമാക്രമണം നടത്തിയതോടെ 2024 ലെബനനും യുദ്ധമുഖരിതമായി. ലെബനനിൽ ഡസൺ കണക്കിന് ഹിസ്ബുള്ള അംഗങ്ങളെ കൊന്നൊടുക്കിയ പേജർ ആക്രമണങ്ങളുടെ 2 സംഭവങ്ങളാണ് നടന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. തുടർന്ന് സെപ്റ്റംബർ 27 ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രല്ലയും കൊല്ലപ്പെട്ടു. സാധാരണക്കാരെയാണ് ഈ സംഘർഷവും സാരമായി ബാധിച്ചത്. ഏകദേശം 1.2 ദശലക്ഷം ആളുകൾ, അതായത് ജനസംഖ്യയുടെ 20% ഈ പോരാട്ടത്തിൽ പലായനം ചെയ്യപ്പെട്ടെന്നാണ് കണക്ക്. US-ന്റെയും ഫ്രാൻസിന്റെയും സഹായത്തോടെ നവംബർ 27 വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഏകദേശം 2 മാസത്തോളം നീണ്ട കനത്ത പോരാട്ടത്തിൽ ലെബനനിൽ ഏകദേശം 4000 പേരും ഇസ്രായേൽ ഭാഗത്ത് 49 പേരും കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെല്ലാമിടെ 2024 ഇസ്രായേൽ ഇറാനുമായി 2 തവണ പരസ്യമായി ഏറ്റുമുട്ടി. ഏപ്രിൽ 1 ഇസ്രായേൽ ദമാസ്കസിലെ ഇറാനിയൻ എംബസിയിൽ ബോംബെറിഞ്ഞു. സിറിയയിലും ലെബനനിലുമുള്ള അൽ ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡർ മുഹമ്മദ് റസ സഹദിനെ വധിച്ചു. ഇതിനെല്ലാം ഷാഹിദ് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടാണ് ഇറാൻ കൊലപാതകത്തിന് മറുപടി നൽകിയത്.
എന്നാൽ 4 മാസങ്ങൾക്ക് ശേഷം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൊന്നൊടുക്കുകയായിരുന്നു ഇസ്രായേൽ. ഇറാന്റെ വ്യോമ പ്രതിരോധത്തിനും മിസൈൽ ശേഷിക്കും കനത്ത നാശനഷ്ടമാണ് ഇസ്രായേൽ 2024 വരുത്തിയത്. ഈ ആക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തിരികെ പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആണവശേഷി പ്രയോഗിക്കുമോ എന്ന ആശങ്കയിലുമെത്തി ലോകം. മനുഷ്യാവകാശ ലംഘനമാണ്, കൂട്ടക്കുരുതിയാണ് ഗാസയിൽ നടക്കുന്നത്. യുദ്ധകുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അത് തള്ളിയ നെതന്യാഹു അതിനെ യഹൂദവിരുദ്ധം എന്ന് വിശേഷിപ്പിച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ അയൽ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാണ് സിറിയയിലെ ബഷർ അൽ അസദിന്റെ ഭരണം തന്നെ അട്ടിമറിക്കപ്പെടുന്നത്. അതോടെ മിഡിൽ ഈസ്റ്റ് ഭൂകമ്പപരമായ മറ്റൊരു മാറ്റത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു. 2024 വിമതസേന സിറിയൻ തലസ്ഥാനം പിടിച്ചടക്കിയതോടെ ഏതാണ്ട് അരനൂറ്റാണ്ടോളം സിറിയ ഭരിച്ചിരുന്ന അസദ് രാജവംശം തകർന്ന് ചാമ്പലായി. അബു മുഹമ്മദ് അൽ ഗോലാനിയുടെ നേതൃത്വത്തിൽ തുർക്കി പിന്തുണയുള്ള ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ സൈന്യം നവംബർ അവസാനത്തോടെ അസദിന്റെ സൈന്യത്തിനെതിരെ ശക്തമായ ആക്രമണം നടത്തി. വെറും 10 ദിവസത്തിനുള്ളിൽ അലപ്പോ, ഹമ, ഹോംസ് എന്നിവയുൾപ്പെടെ പ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്തു. തന്റെ സൈന്യത്തിന്റെ ഈ പരാജയത്തെ അഭിമുഖീകരിച്ച് സിറിയയുടെ മുൻ ശക്തൻ തന്റെ കുടുംബത്തോടൊപ്പം മോസ്കോയിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ചയും 2024 കണ്ടു. വിമതർ ഡമാസ്കസിൽ പ്രവേശിച്ച് മണിക്കൂറുകൾക്ക് ശേഷം അസദ് കുടുംബവാഴ്ചയുടെ അന്ത്യം കുറിച്ചു. ഏതായാലും അസദ് ഭരണകൂടത്തിന്റെ പതനം സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന് വിരാമമിട്ടു. 2011 ആരംഭിച്ച പോരാട്ടത്തിൽ കുറഞ്ഞത് 3 ലക്ഷത്തോളം പേർ മരിക്കുകയും 1 ലക്ഷത്തോളം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. രണ്ടായിരത്തി 2024 എന്ന വർഷം അവസാനിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ലോക സംഭവങ്ങളിൽ ഒന്നാമത്. മാത്രമല്ല, വരും വർഷങ്ങളിൽ US രാഷ്ട്രീയത്തെ നിർവചിക്കാൻ കഴിയുന്ന വോട്ടിംഗ് പ്രവണത പോലും വ്യക്തമാക്കുകയാണ് ട്രംപിന്റെ തിരിച്ചുവരവ്. But it's a political victory that our country has never seen before, nothing like this. I want to thank the American people for the extraordinary honor of being elected your 47th president and your 45th president. And every citizen, I will fight for you, for your family, and your future. Every single day I will be fighting for you, and with every breath in my body, I will not rest until we have delivered the strong, safe, and prosperous America that our children deserve and that you deserve. This will truly be the golden age of America. That's what we have to have. So my mother was 9. Growing up, we moved a lot. I will always remember that big Mayflower truck packed with all our belongings, ready to go to Illinois,
to Wisconsin, and wherever our family who taught us how to make gumbo, how to play chess, and sometimes even let about it. നിരവധി ചരിത്ര നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ന്യൂയോർക്ക് ഹഷ്മണി വിചാരണയിൽ അത്ഭുതം തോന്നുന്ന ശിക്ഷാവിധി. പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ വൈകിട്ടാണെങ്കിലും മത്സരത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന രംഗം, അങ്ങനെ പലതും. പക്ഷേ ഇതിലേറ്റവും പ്രധാനം നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയം തന്നെയാണ്. 2020 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയമായി അവസാനിച്ചുവെന്ന് പലരും കരുതുകയും ഫലം അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ഏറ്റവും മുകളിലേക്കുള്ള തിരിച്ചുവരവ്. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെതിരായ ട്രംപിന്റെ വിജയത്തിൽ പലതരത്തിലുള്ള ചർച്ചകളാണ് ലോകത്ത് ഉയർന്നത്. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യങ്ങളിലൊന്നിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് എന്താണ് എന്ന ചോദ്യം കൂടി ലോകത്തിന് മുന്നിലെത്തി. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ യുദ്ധഭൂമിയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെല്ലാം ഒന്നൊഴിയാതെ ട്രംപ് തൂത്തുവാരുകയായിരുന്നു. കമല ഹാരിസിന്റെ 226 വോട്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 312 ഇലക്ട്രൽ വോട്ടുകൾ മാത്രമല്ല ട്രംപ് നേടിയത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായി ദേശീയ ജനകീയ വോട്ട് നേടി. 2020 നില പോലും മെച്ചപ്പെടുത്തി. ഡെമോക്രാറ്റ് പ്രദേശമായി കണക്കാക്കപ്പെട്ടിരുന്ന പല പ്രദേശങ്ങളും ഇത്തവണ ട്രംപിനൊപ്പം നിന്നു. ട്രംപിന്റെ ക്രിമിനൽ റെക്കോർഡിനും US ജനാധിപത്യത്തെ തുരങ്കം വെക്കാൻ ശ്രമിച്ചതിന്റെ റെക്കോർഡിനും എല്ലാം മുകളിലാണ് ട്രംപിന്റെ ജയം. ട്രംപിന്റെ 4 ക്രിമിനൽ കുറ്റാരോപണങ്ങളും ഒരു ശിക്ഷാവിധിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അടിത്തറ പോലും ഇളക്കിവിടാൻ ശേഷിയുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും ട്രംപിന്റെ വിജയത്തെ തടഞ്ഞില്ല. 2020 തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളോ US ജനാധിപത്യത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കിയ അസാധാരണമായ പ്രചാരണമോ ഒന്നും ട്രംപിനെ അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ രണ്ടാമനാക്കിയില്ല. അപ്പോഴാണ് ആ ചോദ്യം 2024 ലോകത്തിന് മുന്നിൽ വെക്കുന്നത്. ജനാധിപത്യത്തിൽ അത്ര താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ ഭരണരീതികൾക്കൊപ്പം നടക്കുന്ന അമേരിക്കക്കാരാണോ ഇത്തവണ വോട്ടിനെ നിയന്ത്രിച്ചതെന്നുപോലും ചർച്ചകളുണ്ടായി. സ്ത്രീകളുടെ അബോർഷന് വേണ്ടിയുള്ള അവകാശങ്ങളായി വാദിച്ച കമല ഹാരിസ് പരാജയപ്പെട്ടതും യാഥാസ്ഥിതികവാദികൾ രാജ്യം ആര് ഭരിക്കണമെന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു എന്നതിന് ഉദാഹരണമായും വിലയിരുത്തപ്പെട്ടു. ഏതായാലും അമേരിക്ക ആദ്യം എന്ന നയം തന്നെയാണ് ഇനി ട്രംപിൻ്റെതും അമേരിക്കയുടേതും, തർക്കമില്ല. 4 വർഷം മുൻപത്തെ തോൽവിയെ ഗംഭീര വിജയം കൊണ്ട് മായ്ച്ചു കളഞ്ഞ് ലോകത്തെ ഏറ്റവും കരുത്താർന്ന ഭരണാധിപ കസേരയിലേക്ക് ട്രംപ് എത്തുമ്പോൾ പ്രതീക്ഷയ്ക്കൊപ്പം പല ആശങ്കകൾ കൂടി വഴിയൊരുങ്ങുന്നു. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള 2 ഇടങ്ങളിൽ യുദ്ധം നടക്കുന്നതിനിടെയാണ് ട്രംപിന്റെ 2ാം വരവ്. യുക്രൈനും അവർക്ക് പിന്തുണ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുകൊണ്ട് ഏറെ ആശങ്കയ്ക്ക് വകയുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്താണ് ട്രംപ് എന്നതിനാൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും നിർണായകമാകും. തീവ്ര ദേശീയതയിലും യാഥാസ്ഥിതികത്വത്തിലും ഊന്നിയതാണ് ട്രംപിന്റെ രാഷ്ട്രീയമെന്നത് മറ്റൊരാശങ്കയാണ്. അനധികൃത കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ മുൻകാല നിലപാട് തുടരുമെന്നാണ് ഇത്തവണ വിജയം ഉറപ്പാക്കിയ ശേഷം ട്രംപ് വ്യക്തമാക്കിയത്. അതുപോലെ വിസ വ്യവസ്ഥകളിൽ കർശന മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാകും ഏറ്റവും അധികം അത് ബാധിക്കുക. ഏതായാലും 2024 പ്രഖ്യാപിച്ച ട്രംപിന്റെ തിരിച്ചുവരവ് എന്ത് മാറ്റമാണ് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിനും സമ്മാനിക്കുക എന്നത് 2025 വ്യക്തമാണ്. I want to just tell you what a great honor this is. I want to thank you. I will not let you down. America's future will be bigger, better, bolder, richer, safer and stronger than it has ever been before. God bless you and God bless America. Thank you very much. Thank you very much.
പൂർണ്ണമാകുന്നു ലോകം 2024. നമസ്കാരം.